Welcome to Haya Kitchen. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള കൊഞ്ച് കറിയാണ്. ഇത് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഒരു ഉള്ളി, 3 തക്കാളി, 4 പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഓരോ ടേബിൾ സ്പൂൺ വീതം, ഞാനിവിടെ പൊടിക്കൊഞ്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ കൊഞ്ചും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കറി ഉണ്ടാക്കാൻ വേണ്ട പൊടികൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, കുരുമുളക്, മഞ്ഞൾപ്പൊടി ഓരോ ടേബിൾ സ്പൂൺ വീതം, 2 ടേബിൾ സ്പൂൺ ഇറച്ചി മസാലയും. ആദ്യം നമുക്ക് കൊഞ്ചിലേക്ക് അല്പം ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഒരു പാത്രം എടുത്ത് അത് ചൂടാവുമ്പോൾ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് നമ്മൾ ഈ മുളകൊക്കെ പെരക്കി വെച്ച കൊഞ്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. കൊഞ്ച് പെരക്കി വെച്ചിരുന്ന ആ പാത്രത്തിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് അത് നമ്മളുടെ ചെമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം ചൂടാവാൻ വെക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു മൂടി എടുത്തിട്ട് മൂടി കൊടുക്കാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മളുടെ കൊഞ്ചം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതായിരിക്കും. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്യുന്നതിലൂടെ കൊഞ്ച് നല്ല ടേസ്റ്റി ആയിട്ട് വരും. ഫ്രൈ ചെയ്ത കൊഞ്ചിനെ ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഈ സെയിം പാത്രത്തിൽ, ഇതേ പാത്രത്തിലേക്ക് തന്നെയാണ് ഞാൻ നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കറിക്ക് പ്രത്യേക രുചിയായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട്. അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ വെളുത്തുള്ളി ചതുക്കിയതും ഇഞ്ചി ചതുക്കിയതും പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. കറിയുടെ ടേസ്റ്റ് കിടക്കുന്നത് ഈ ഉള്ളി വഴറ്റിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഉള്ളി നല്ലോണം വഴഞ്ഞു വരണം, അല്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അല്പസമയം പാത്രം മൂടി വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ തന്നെ ഉള്ളി നല്ലോണം വഴഞ്ഞു വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളുടെ ഉള്ളി നല്ലോണം വഴഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് തക്കാളി മുറിച്ചിട്ടത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്നതിലൂടെ പെട്ടെന്ന് തന്നെ നല്ലോണം വഴഞ്ഞു വരുന്നതായിരിക്കും. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്കിനി നമ്മളുടെ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം.
മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ഇറച്ചി മസാലയും ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇത് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊടികളുടെ ഒരു കുത്തലുണ്ടാവും. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കറി കഴിക്കുന്നതാണെങ്കിൽ ഒരു കുത്തൽ പോലെ ഉണ്ടാവും ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ. അതൊക്കെ നമുക്ക് നല്ലോണം കുറയ്ക്കണമെങ്കിൽ ഈ സ്റ്റെപ്പാണ്, അത് വലിയ കാര്യമാണ്. ഇനി ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് വെള്ളമാണ്. നമുക്ക് പിന്നെയും കട്ടി കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറി ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് മല്ലിയില മുറിച്ചിട്ടതും അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കൊഞ്ച് കറി ഇവിടെ റെഡിയായിരിക്കുന്നു. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. കറി ഞാനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെയോ കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിരിക്കും. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്തിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ. എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ബൈ.